അത്ഭുതം തോന്നിയില്ലേ? ഹാർട്ട് അറ്റാക്കും ബ്ലോക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആർക്ക് വരും എന്ന് പറയാൻ പറ്റും. വന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്ന് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അറ്റാക്കിലെത്താതെ പ്രിവെന്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വരുമ്പോൾ ചികിത്സിക്കുക എന്നതല്ലാതെ ഇത് വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ തടയാന്നുള്ളത്. അതെ, ഇനി നമ്മളിൽ ഒരാൾക്ക് പോലും അറ്റാക്ക് വരാതിരിക്കട്ടെ, അത് വരാതിരിക്കാനുള്ള മാർഗമാണ് പറയുന്നത്. എന്താണെന്നല്ലേ, അതിന് നമ്മളോടൊപ്പം ഒരു ഡോക്ടർ ഉണ്ട്, ഡോക്ടർ തഹസിൻ നെടുവഞ്ചേരി. ഇതെന്ന് വെച്ചാല് എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് വരില്ല. നമുക്കൊരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് റിസ്ക് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഹാർട്ട് അറ്റാക്ക് വരുള്ളൂ. ആളുകൾ വിചാരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഈ കാർ ഇടിക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ മിന്നലടിക്കുന്ന മാതിരിയോ പെട്ടെന്ന് വരുന്ന ഒരു സംഭവമാണെന്ന്. അല്ല, അതിന്റെ പ്രവർത്തനം വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾക്ക് 50 വയസ്സിൽ അറ്റാക്ക് അടിക്കുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ബ്ലോക്ക് കണ്ടെത്തുന്നു 50 വയസ്സിൽ. അയാളുടെ ബ്ലോക്ക് തുടങ്ങിയത് 50 വയസ്സിലല്ല, അതിന്റെ 10 വർഷം മുമ്പാണ്, 40 വയസ്സിൽ. അപ്പോൾ 40 വയസ്സിൽ അയാൾക്ക് എത്ര ബ്ലോക്ക് ഉണ്ട്? 5% ബ്ലോക്ക്. 41 വയസ്സിൽ 10% ബ്ലോക്ക്. പിന്നെ 20, 30, 40, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ബ്ലോക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നു. അപ്പൊ ഇയാളോട് ആ സമയത്ത് വന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടോ വെച്ചാൽ അയാൾ എന്താ പറയാ? എനിക്ക് ബ്ലോക്ക് ഇല്ല. പക്ഷെ അയാൾ എന്താ പറയേണ്ടത്? ബ്ലോക്ക് ഉണ്ടോ ഇല്ലയെന്ന് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഇപ്പൊ സാധാരണ ഞാൻ എന്റെ റിലേറ്റീവില് കണ്ടുള്ളത്, പെട്ടെന്ന് ഒരു കാര്യം കേട്ടു, അത് മനസ്സിൽ കിടന്നിട്ട് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി. അതാ പറഞ്ഞത്. അതായത് ഇപ്പൊ ഈ അറ്റാക്ക് വരുന്നതിന്റെ മുമ്പ് ഈ 90%, 80%, 90% ബ്ലോക്ക് ഓൾറെഡി ഉള്ള ആൾക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ വരുമ്പോഴോ പെട്ടെന്ന് എക്സസൈസ് ചെയ്യുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് വരുമ്പോഴാണ് അറ്റാക്ക് വരുന്നത്. ഒരു കംപ്ലീറ്റ്ലി നോർമൽ ബ്ലോക്ക് ഇല്ലാത്ത ആൾക്ക് എന്ത് കാട്ടിയില്ല അറ്റാക്ക് വരില്ല. ഓൾറെഡി ഇത് വന്ന് തുടങ്ങിയിട്ട് 10 കൊല്ലം 5 കൊല്ലം ആയിട്ടുണ്ടാവും. എന്നിട്ട് അത് അറിയാതെ ഇയാൾ എക്സസൈസിന് പോകുന്നു, ഇയാൾ ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നു, ഇയാള് ടെൻഷനുള്ള പണികൾക്ക് പോകുന്നു. ഇനി ഒന്നുമില്ല, വെറുതെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴും ചിലപ്പോൾ അറ്റാക്ക്. സ്കാൻ ചെയ്താലോ ഒരു TMT ചെയ്താലോ ഒക്കെ കണ്ടെത്താൻ പറ്റുന്നു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഇപ്പൊ ഞാൻ പോയി ചെയ്യണം, എനിക്ക് അറ്റാക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കാൻ ചെയ്യാൻ പറയും. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അത് ഓക്കെ അല്ലേ? അതൊരു വലിയൊരു കൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ അറ്റാക്ക് വരുന്നതിന് മുമ്പ് ECG എടുത്താൽ നോർമൽ ആയിരിക്കും. ബ്ലോക്ക് ഉണ്ടായിരിക്കാം, പക്ഷെ ECG നോർമൽ ആയിരിക്കും. എക്കോ എടുത്താൽ നോർമൽ ആയിരിക്കും, എക്കോയിൽ കാണാൻ പറ്റില്ല. TMTയിൽ തന്നെ ഒരു ബ്ലോക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഒരു 60-70% മേലെ ബ്ലോക്ക് വേണം. അതിന്റെ ചോടുള്ള ബ്ലോക്കൊന്നും TMTയിൽ കിട്ടൂല. അപ്പൊ TMT ഒരാൾക്ക് നോർമൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബ്ലോക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഈവൻ ചിലപ്പോൾ 70-80% ബ്ലോക്ക് പോലും ചിലപ്പോൾ TMTയിൽ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് അവൈലബിൾ ആയിട്ട് TMT ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തു പോണേ. ഓക്കെ, പലപ്പോഴും കാർഡിയോളജിസ്റ്റ് ഏതെല്ലാം തരത്തിൽ സർജറി നടത്താം, അല്ലെ ഏതെല്ലാം തരത്തിൽ ഈ മേഖലയിൽ ആളുകളെ രക്ഷപ്പെടുത്താമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഡോക്ടറോട് ഞാൻ പല തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറയും ഇത്ര സെക്കൻഡ് ഇങ്ങനെ രക്ഷപ്പെടുത്താം, ഇങ്ങനെയൊക്കെ ഡോക്ടർ എനിക്ക് പറഞ്ഞു. പക്ഷെ എങ്ങനെ ഇങ്ങനൊരു പോയിന്റിലെത്തി? അത് ഞാൻ പറഞ്ഞുതരാം. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനൊരിക്കലും ഒരു 2 വർഷം മുമ്പ് US ഒരു കോൺഫറൻസിന് പോയി. അവിടെ ഇരുന്ന് അത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഞാൻ അന്ന സമയത്ത് ഒരു കാറ് മാറ്റിയിരുന്നു. അപ്പൊ ആ കാറ് കൊണ്ടുതന്ന ഒരു പയ്യൻസ് ഉണ്ട്, ഒരു 10-42 വയസ്സുണ്ടാവും. അവൻ പെട്ടെന്ന് മരണപ്പെട്ടു. എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. അപ്പോൾ കാരണം വെച്ചാൽ എനിക്ക് ആ കാർ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ 5 മണിക്ക് ഞാൻ വരാൻ പറഞ്ഞു. വൈകുന്നേരം 5 മണിക്ക് വരാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് എന്റെ തിരക്ക് കഴിഞ്ഞില്ല. ഞാൻ അവനെ കാണുന്ന 8-9 മണിക്കാണ്. 4 മണിക്കൂർ അവൻ ആ കാറിൽ ഇരുന്നിട്ടുണ്ട്. ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സോറി ട്ടാ, ഞാൻ വിചാരിച്ചില്ല. സാറേ കുഴപ്പമില്ല, എനിക്ക് വീട്ടിൽ വൈഫും കുട്ടികളൊന്നുമില്ല, വൈഫ് ഡെലിവറി ആയിട്ട് ഒരിക്കൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന്. ഈവൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്റെ ആദ്യത്തെ ചിന്ത പോണത് അവന്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞ് ഇരിക്കുകയാണെന്നാണ് അവൻ പറഞ്ഞതാണ് എന്റെ മനസ്സിൽ നിൽക്കുന്നത്. അവന് വേറൊരു കുട്ടിയുണ്ട്. അത് ഭയങ്കര പെയിൻഫുൾ. അപ്പൊ ഞാൻ അവരെ ആ കാറിന്റെ ആ വണ്ടിയുടെ ആ കമ്പനിയിൽ വിളിച്ചു. അവരൊക്കെ വേറെ ആൾക്കാരുണ്ട്, അവരെ വിളിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളൊരു ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ സഹായത്തിനൊക്കെ. ഞാൻ പറഞ്ഞു ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ കോൺട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ റൂമിലിരുന്ന് ആലോചിക്കുമ്പോൾ ഒരു കുറച്ച് പൈസ ആ ഫാമിലിക്ക് കൊടുക്കുന്നതാണോ ഞാൻ അവരോട് ചെയ്യേണ്ട കമ്പാഷൻ? അതല്ല, ഈ ഇതുപോലത്തെ ഡെത്ത് പ്രിവെന്റ് ചെയ്യണ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ട് ആ കുട്ടികൾക്ക് അവരുടെ ഫാദറിനെ, ആ വൈഫിന് അവരുടെ ഹസ്ബൻഡിനെയും, അവന്റെ പാരന്റ്സിന് ആ ഒരു മകനെയും നിലനിർത്തി കൊടുക്കാൻ സാധിക്കുന്നതായിരുന്നോ ചെയ്യേണ്ട പണി? അബ്സല്യൂട്ട്ലി ആ ഒരു ഫാദറിനെ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന മണിയെല്ലാം പൈസ എന്ത് കൊടുത്താലും. ഞാൻ എന്റെ പേഷ്യൻസിനോടും പറയാറുണ്ട് എപ്പോഴും, നിങ്ങൾ മെഡിസിൻ കഴിക്കാതെ വരുമ്പോൾ ഞാൻ അപ്സെറ്റ് ആവുന്ന, എനിക്ക് ദേഷ്യം വരും, ചിലപ്പോൾ സങ്കടം തോന്നും. പുക വലിച്ച് വരുമ്പോഴേക്കും ഞാൻ ദേഷ്യം. ഞാൻ അവരോട് പറയും, ഇതിലെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനോട് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ പണി അവർക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുക്കലോ ഒന്നുമല്ല, ജീവനോടെ ഇരിക്കുക. അതെ, കുട്ടികൾക്ക് എന്റെ ഫാദർ അവിടെ ഉണ്ട്, വൈഫിന് എന്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്, മദറിനും അവരും അമ്മയ്ക്കും അച്ഛനും എന്റെ മകൻ അവിടെ ഉണ്ട്. ആ മകൻ നഷ്ടപ്പെട്ടിട്ട് ജീവിതകാലം മുഴുവൻ ആ പാരന്റ്സ് കരയുന്ന ഒരവസ്ഥ, ആ അച്ഛൻ നഷ്ടപ്പെട്ടിട്ട് ആ കുട്ടികൾ ജീവിതകാലം മുഴുവൻ ഓർഫൻസ് ആവുന്ന അവസ്ഥ, അവരെ വൈഫ് ജീവിതകാലം മുഴുവൻ ഒരു വിഡോ ആയിട്ട് ബാക്കിയുള്ള ഒരു സഹതാപം കിട്ടി ജീവിക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥ ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പൊ ഈ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരാൾക്ക് അറ്റാക്ക് അടിച്ചു എന്ന് വിചാരിക്കാം. ഒരു 10 ആൾക്ക് അറ്റാക്ക് അടിച്ചാൽ 9 ആളെ ഹോസ്പിറ്റലിൽ എത്തുള്ളൂ, ഒരാളെത്തൂല. അപ്പൊ നമ്മൾ ഈ ഹോസ്പിറ്റലിനുള്ളിൽ ഇപ്പൊ ഇതുപോലത്തെ എക്യുപ്മെന്റ്സോ വലിയ എക്യുപ്മെന്റ്സോ എന്ത് കൊണ്ടുവച്ചാലും
ഈ ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇതാണ് എൻ്റെ ഫ്രണ്ടിന്റെ സംഭവിച്ചത്. അവർ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എത്തിയില്ല, അതിന് മുമ്പ് കഴിഞ്ഞു. അപ്പൊ ആ ഒരു ആളെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ സമൂഹത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം. എന്നിട്ട് അതിൽ അറ്റാക്ക് അടിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണെന്ന് ആരെ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ആളുകൾക്ക് നേരത്തെ ചികിത്സ കൊടുത്ത് അറ്റാക്ക് അടിപ്പിക്കാണ്ടിരിക്കണം. ഓക്കെ, അതാണ് ഈ പറഞ്ഞത്.